എനിക്കെന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താടി, എന്താണ് നിനക്കത് സന്തോഷം? അതെ, ഇന്ന് വരൂല്ലോ. ആര്? ആരാ വന്നെ? പറയില്ല. പറാടി. 6 വർഷത്തെ പഠിത്തത്തിന് ശേഷം അമേരിക്കൻ ആള് വരാൻ പോവാ. അമേരിക്കന്ന് ആര് വന്നെ? സൈക്കിൾ ചവിട്ടുകാരൻ സണ്ണി. സൈക്കിൾ ചവിട്ടുകാരൻ സണ്ണി അല്ല, പിന്നെ സൈക്യാട്രിസ്റ്റ് സണ്ണി. മനസ്സാച്ച ഞാൻ. ആരെങ്കിലും എന്താ വന്നാ പോരെ? അതെ, ആള് വരുമ്പോ എനിക്കൊന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. പരിചയപ്പെടുത്താം, പക്ഷെ നീ ഈ പെണ്ണുങ്ങളുടെ വരിയൊന്നും നിൽക്കരുത്. നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ നിൽക്കണം. ഞാനിങ്ങനെ നിന്നാ പോരെ? അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞത്, നല്ല ഗംഭീര്യത്തോടെ നിൽക്കണം. അവൻ ആള് പെശകാണ്, മനസ്സിലായില്ലേ? പറഞ്ഞ നാവിടത്തിൽ എത്തിയില്ലോ. എന്താ സഹദേവ? നീണ്ട 6 വർഷത്തെ പഠനം കഴിഞ്ഞ് ഞാൻ എത്തിയിരിക്കുന്നു. പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും. ഇവിടുള്ളത് ഏതവന്റെ പ്രേതമാണെങ്കിലും ശരി, ഹരിഹര സൂതനാണ്, ശബരിമല ശാസ്താവാണ്. ഞാൻ ഒതുക്കും, മണിച്ചിത്രത്തായിട്ട് കൂട്ടും. സാറേ, എന്താ ഇത്? ഞാൻ ആദ്യമായിട്ട് സാറിന് ഇത്ര അടുത്ത് കാണുന്നത്. അതിന്റെ ആനന്ദ കണ്ണീരാ. നമ്മളെ ക്യാനങ്ങളല്ലേ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അയ്യോ, വീണ്ടും കരയുന്ന എന്തിനാ ഇങ്ങനെ കരയുന്നേ? ആദ്യമായിട്ട് എന്റെ മുഖത്ത് നോക്കിയുള്ള ആനയെന്ന് വിളിക്കണേ. ഒന്ന് പോ സാറേ, സാറിനുമില്ലേ അമ്മയും പെങ്ങന്മാരും? നശിപ്പിച്ച് ഞാൻ പറഞ്ഞ അവന് ആള് ശരിയല്ല, എനിക്ക് മനസ്സിലായി, ആള് ശരിയല്ല. നീ എന്ത് പണിയായി കാണിച്ചത്? ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നാണ് വന്നത്. വെറുതെ ആ കാശ് കളഞ്ഞ്. ആ മന്ത്രവാദിനെ വിളിച്ച് ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ തിരുമേനിക്ക് വട്ടായി. തിരുമേനിക്ക് വട്ടായോ? പിന്നെ എടാ, ഞാൻ ഇവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ആളെങ്കിൽ വിളിക്കേ. അല്ല എവിടാ? എത്തി. ഇതാരായി നിക്കണേ? ഇതാണ് മന്ത്രവാദി, ഞാൻ പറഞ്ഞ തിരുമേനി. ഓ, തിരുമേനി. അല്ല, ആരേത്? ഒരുപാട് സിനിമകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അസൽ അഭിനയം ഉണ്ടോ? ആയിക്കോട്ടെ, മാളാരവിന്ദ. ആയിക്കോട്ടെ. പിന്നെ ഇതാരായി നിക്കണേ? അന്ത്രുക്കാക്കാന്റെ വീട്ടിലെ മുട്ടനാടല്ലേ? നീ എന്താ പ്ലായിലില്ലാതെ ഇവിടെ നിക്കണേ? വട്ടനാണേലും നല്ല കോമൺസ് കീപ് ഇറ്റ് അപ്പ്, ഓക്കേ? അല്ല മാളാരവിന്ദ, എന്നെ കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നില്ല. പക്ഷെ ആ കണ്ണും നിറച്ച് കണ്ണടയ്ക്കണം. വല്ല ഫീൽ ചെയ്തോ? തലച്ചോറിന്റെ ഫിലമെന്റ് അടിച്ചു എന്നൊരു സംശയം. അതെ. തനിക്ക് ചാണകോമാനിയ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു, അതിപ്പോ മാറി. ഇനി മേലിൽ ചാണകത്തെ ചവിട്ടരുത്, ഓക്കെ? ഓക്കെ. ചാണകം കണ്ടോ, നിസ്സാരമാണ്. ചാണകം കണ്ടോ, എത്ര പെട്ടെന്നാണ് അസുഖം മാറിയത്. ചാണകം എവിടെ? ചാണകം അവിടെ തന്നെ. ചാണകം അവിടെ ഉണ്ട്. ഈ കിടക്കണ്ട നിസ്സാരമായിട്ട്. അതെ, അത് തന്നെ. എന്താ കാര്യം? ചാണകം അത്ര നല്ല ബെസ്റ്റ് ചാണകം. ഇത് പഴയതാണ്. അതാണ് എന്ത് ചാണകമല്ലടാ. ഇവിടെ കൂടിയിരിക്കുന്ന യക്ഷി എന്തോ ഒരു പഴയ സ്ഥാനത്തിലാണ് കയറിയിരിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണെന്നേ. അതെ, ഇവിടെ എന്താണ് പഴയതുള്ളത്? പഴയതായിട്ട് ഞാൻ എഴുതിയ 2 സ്ക്രിപ്റ്റ് എത്തി. എന്താ ഉള്ളേ? 2 സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയത്. അത് വല്ല കപ്പലിന്റെ കച്ചവടക്കാരത്തും കൊണ്ട് കൊടുക്ക്. കപ്പലിന്റെ പുതിയ കൊള്ളാം. ശരീരം തൊട്ട് കളിക്കരുത്, സാർ പിന്നെ ഉദ്ദേശിക്കണേ? ഇവിടെ എന്തോ ഒരു വസ്തുവിലാണ് ഈ പ്രേതം കയറിയിരിക്കുന്നത്. ഇവിടെ എന്താണ് വസ്തു ഉള്ളത്? പഴയ വസ്തു. അങ്ങനെ തെളിയിച്ച് പറയും. പഴയൊരു വസ്തുവിലല്ലേ? ഒറ്റ മിനിറ്റ് കൊണ്ടുവരാം. എടുത്തോണ്ട് വാ. ഇവനറിയാൻ പാടുള്ളൂ. ഇവന് ആള് ശരിയല്ല. ഇവന്റെ പിന്നാലെ കറങ്ങി കിടക്കുന്നതിന്റെ സെറ്റപ്പ് എനിക്കറിയാം. സാറേ, പഴയൊരു വസ്തു ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. പൊടി തട്ടിയെടുക്കാനും മാത്രമുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സാധാരണ യക്ഷികളെ കണ്ട എനിക്ക് തിരിച്ചറിയാം. സാധാരണ യക്ഷികൾ പാട്ടുപാടും നൃത്തം ചെയ്യും. ഇവര് പാട്ടുപാടും നമുക്ക് ചോദിക്കാം. നിങ്ങൾ പാട്ട് പാടാറില്ലേ? ഞാൻ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും, എല്ലാം ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? കണ്ടോ എന്തായത്? പറഞ്ഞു കൊടുക്കേ. സൈക്കാട്രിസ്റ്റ് സണ്ണി മനസ്സാജ്ഞൻ. ഞാനൊരു സെറ്റപ്പ് കാണിച്ചു തരാം. എന്ത് പണിയാണ് കാണിച്ചത്? അയ്യോ, സാധാരണ യക്ഷികളുടെ കാല് നിറയെ മുട്ടാറില്ല. അത് മുട്ടിയിട്ടുണ്ടോ നോക്കിയത്. ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിപ്പ് തുടങ്ങിയ നിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഓട്ടോ പിടിക്കാം. അവിടെ നിക്ക്. ഇത്ര നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വന്ന് 4 ആൾക്കാരെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ? അതല്ല, നമുക്ക് വേഗം വീട്ടിൽ പോവാം. അവിടെയൊക്കെ നിറയെ പൂവാലന്മാരുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട.
പറഞ്ഞ് നാക്കെടുത്ത് വായിലിട്ടില്ല, ഒരു വായി നോക്കി വരുന്നുണ്ട്. ആ കാക്ക നമുക്ക് വേഗം പോവാംന്നേ. അവിടെ നിക്ക്. നിന്റെ ഈ തിരക്ക് കണ്ടാ തോന്നും നിന്നെ വല്ലൊരു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണെന്ന്. ആ, എന്റെ ചെറുക്കന്റെ കാര്യമൊന്നും പറയണ്ട. എന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും. ആഹാ, നല്ല സ്വീറ്റ് വോയിസ് അല്ല? ആ, നല്ല പാട്ടൊക്കെ. എന്റെ ആൾ എങ്ങനെ ആയിരിക്കണം എന്നറിയോ? പാട്ടൊക്കെ പാടാൻ അറിയണം, പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള വോയിസ് ഇല്ലേ, അങ്ങനത്തെ ഒരാളായിരിക്കണം. ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ ചെക്ക്, ഹലോ. ഇത് മാത്രമല്ല, എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുഞ്ചിരിയില്ലേ, ഈ ഹൃദയ പാൽപുഞ്ചിരി, അടിത്തട്ടിൽ നിന്നുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പുഞ്ചിരി, അങ്ങനത്തെ ഒരാളായിരിക്കണം. പക്ഷെ പുഞ്ചിരി എന്ന് വെച്ചാൽ എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരി കേട്ടോ എനിക്ക് ഇഷ്ടം. മമ്മൂട്ടിയുടെ പുഞ്ചിരി മാത്രല്ല, പ്രത്യേകിച്ച് ആ വടക്കൻ വീരഗാഥയിലത്തെ മമ്മൂട്ടി ഉണ്ടല്ലോ, എനിക്ക് എന്ത് ഇഷ്ടം അറിയോ? പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്ന സീൻ, എന്തൊരു ഗാംഭീര്യം, എനിക്ക് അതാ ഇഷ്ടം. പക്ഷേ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. ആ കമ്മീഷണറിൽ ആ യൂണിഫോം ഒക്കെ ഇട്ട ജീപ്പിലുള്ള വരവില്ലേ, അതാണ് മോളെ വരവ്. സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മോഹൻലാൽ ഉണ്ടല്ലോ, മോഹൻലാലിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മോഹൻലാലിന്റെ ധീരത, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പ്രത്യേകിച്ച് ആ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയില് വില്ലന്മാരിങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീൻ ഉണ്ടല്ലോ, ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ. Okay, okay. Okay, okay. Ayo! Ayo! ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ്. എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം. കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ്. എന്നെ സമ്മതിച്ചു കൊടുക്കണം. ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അലമാരിയിലിരുന്ന ലവ് ലെറ്റർ നിറച്ച് ചാക്കുകെട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി. അതിനുശേഷം സ്വന്തമായി ലവ് ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി. അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. NB. ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം. ഹലോ, ആര്? എന്താണത്? എന്താണത്? അത് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഈ 4 മണിക്കോ? 4 മണിയായ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത് കാരണം സമയം പോണത് അറിയുന്നതേ ഇല്ല. ചിലർക്ക് അങ്ങനെയാ, എന്ത് ഓടിച്ചിട്ടാ സമയം പോകുന്ന അറിയേയില്ല. എന്താണ് നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം? ഇവിടെ ഇതോ? ഈ മെയ് 10 ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പോസ്റ്ററിന്റെ ആരോ വരുന്നുണ്ട്.
മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ? ഏത് ശിവൻ? താഴത്തെ വീട്ടിലെ ശിവൻ. ഓ, താഴത്തെ വീട്ടിലെ ശിവൻ. ശിവനെ എങ്ങനെ നേരിട്ട് പരിചയമുണ്ടോ? നേരിട്ട് പരിചയമില്ല, ഞങ്ങള് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും നാള് കുട്ടിയോട് ഫോണിലൂടെ സംസാരിച്ചിട്ട് കുട്ടിക്ക് സൗണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കള്ളി. അപ്പൊ മിസ്റ്റർ ശിവൻ? കുട്ടി അന്വേഷിക്കുന്ന താഴത്തെ വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ്. താനല്ലേ ഫോണിൽ വിളിച്ച് പെണ്ണുങ്ങളോട് അനാവശ്യം പറയണ റാസ്കൽ. എന്താ ആരാവള്? എങ്കെന്തോ വന്ന് ഇங்கே ഒന്ന് തന്തു എങ്കയോ പോച്ചടാ. എടാ നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നോക്കിയേ, നീ ശിവനല്ലല്ലോ, ചാക്കോച്ചനല്ലേ? പിന്നെ നീ എന്തിനാ വെറുതെ പേര് മാറ്റി പറഞ്ഞത്? അതുകൊണ്ടല്ലേ പടി കിട്ടിയത്. പേര് മാറ്റി പറയേണ്ട ഒരാവശ്യമില്ല. ഒരാവശ്യമില്ല. നീ നിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ മതി, ആര് ചോദിച്ചാലും. മനസ്സിലായോ? അത് മതി. ആരാ ചാക്കോച്ചതില്? ചാക്കോച്ചൻ ഞാനാണ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്റെ പെണ്ണിന് ലെറ്റർ കൊടുക്കല തേണ്ടി ഇടിച്ച് കൂമ്പലകാൻ. ഇതെന്തിനാണാവോ? ഇതിപ്പോ എന്തിനാ കിട്ടിയത്? അത് 10 മിനിറ്റ് മുമ്പ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. പക്ഷെ എന്റെ റിസൾട്ട് ഇപ്പഴാ കിട്ടിയത്. അതെ, അത് ചില ആൾക്കാരെ നാളിന്റെ പ്രത്യേകതയാ. എന്തോ നാളിന്റെ? നിന്റെ നാളെന്താ? ചതയം. ചതയം. ചത ഇനിയും കിട്ടും. എടാ തെണ്ടി, നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ എന്റെ കറക്റ്റ് പേര് പറഞ്ഞത്. എടാ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പേര് മാറ്റി പറയാലോ. പിന്നെ എന്താ പേര് മാറ്റി പറഞ്ഞോ? മാറ്റി പറയും. ഈ പേര് മാറ്റി പറയണം. പിന്നെ ഞാൻ വർത്താനം പറയരുത്. പറഞ്ഞതേ ഉള്ളൂ. ചാക്കോച്ചൻ ഈ നിൽക്കുന്നവനാണ്. ബസ്സിൽ വെച്ച് തോണ്ടൂലടാ, അയ്യോ. നീ പറഞ്ഞത് വളരെ കറക്റ്റാ. ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നത് വളരെ നല്ലതാ. ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. എന്ത്? നീ ഇപ്പൊ എന്റെ പേര് ചാക്കോച്ച് എന്ന് പറഞ്ഞ്? നീയല്ലേ പറഞ്ഞ പേര് മാറ്റി പറഞ്ഞോളാം. നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ? ഓ, അപ്പൊ അതാണ് കുഴപ്പം. കുഴപ്പം. ഇപ്പൊ ഇനി ഒരാൾ വന്ന് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേര് സുധീഷ് ആണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. മനസ്സിലായില്ല. അതായത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സുധീഷ് ആണെന്ന് പറഞ്ഞോട്ടെ. അത് നീ പറഞ്ഞു. പക്ഷെ നീ എന്റെ പേര് ചാക്കോച്ചനാണെന്ന് പറയരുത്. ഞാൻ ചാക്കോച്ചനല്ല. അപ്പൊ നിന്റെ അടുത്ത് പേര് ചോദിച്ചാൽ നീ എന്ത് പറയും? അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും. നേരത്തെ ചോദിക്കാൻ പറ്റുമോ? അതെ, സുധീഷ് അറിയില്ലേ? സുധീഷ്. ഞാനാണ് സുധീഷ്. നീ അല്ലേ കുറച്ചു മുമ്പ് ചാക്കോച്ചെന്ന് പറഞ്ഞു? അതെ. പേര് മാറ്റി കളിക്കടാ പന്നി എന്ന് പറയും. ഒരു സുധീഷ് ഉണ്ടല്ലോ നിന്റെ കൂടെ. സുധീഷ് അറിഞ്ഞൂടാ. ആണോ സുധീഷ്? സുധീഷ് നീയാണോ? ഞാനോ? ഞാനല്ല. നിന്റെ പേരെന്താ? എനിക്ക് പേരിട്ടിട്ടില്ല. 40 വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ? പോയി പേരിട്ട് വേടാ പന്നി. പേരിട്ടിട്ടില്ല. ഹാപ്പി ആയി. ഇപ്പഴാ ഈക്വൽ ആയത്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എന്താണെന്നറിയോ? ഇല്ല. അത് ഈ ഏരിയന്റെ കുഴപ്പാ. എന്തോ? ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന്. ഓഹോ. നമ്മൾ ഇവിടെ നിന്ന് ഒരിക്കലും കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും നീ നിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ച് എന്ന് പറയാ, ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുധീഷ് എന്ന് പറയാ. പേര് മാറ്റി പറയണ്ട. പേര് മാറ്റി പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ചാക്കോച്ചനും സുധീഷും. ഓക്കെ. ആ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. എക്സ്ക്യൂസ് മീ ചേട്ടാ. എന്താ? അതെ, ഒരു സെക്കൻഡ് ഒന്ന് വന്നേ. എനിക്ക് സമയമില്ല. അല്ല അതല്ല, ഒരു കാര്യം പറയാൻ പറഞ്ഞ് മനസ്സിലായി. ഞാൻ തല്ലി ഒക്കെ സമയം തെറ്റി ഒക്കെ. അതല്ല, അത് ഇപ്പൊ ഇവിടെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കേൾക്കാൻ സമയമില്ലാതെ സഹകരിക്കണം. പറഞ്ഞില്ല, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അതായത് സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചൻ. ഇതെന്തിന്? ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചാ പന്നിയോട് സമയം കളയാനായിട്ട് മനുഷ്യന്റെ Alucas fairy tale, Alucas fairy tale, anadallum agadu